ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അൽസ വിത്ത് ചിക്കൻ മസാലയാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു തേങ്ങൻ്റെ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ആക്കിയിട്ട് അവിടെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി 4 ഗ്ലാസ് കുത്തിയ ഗോതമ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ തന്നെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഗോതമ്പ്. ഇതാ നന്നായിട്ട് കുതിർത്തി വന്ന ഗോതമ്പാണിത്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തത് ഗോതമ്പ്. ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ്സാണ് ഞാൻ ഗോതമ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗോതമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് വലിയ ഉള്ളിയും 2 ഗ്രാമ്പൂ 2 പട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗോതമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് എടുത്തിരിക്കുന്ന പാലാണ് ഇവിടെ ഒഴിച്ചിട്ട് വേവിക്കുന്നത്. ഗോതമ്പിൻ്റെ നേരെ ഇരട്ടിയായിരിക്കണം നമുക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം രണ്ടാമത്തെ പാലും വെള്ളവും എല്ലാം കൂടിയിട്ട് ഗോതമ്പിൻ്റെ നേരെ ഇരട്ടിയുള്ള രൂപത്തിൽ തന്നെ നമ്മൾ വേവിക്കണം. അങ്ങനെ എല്ലാം കൂടി ഞാൻ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. 10 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ ഗോതമ്പ് ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് മുൻപാലിൽ, അതായത് നമ്മളെ ഫസ്റ്റത്തെ പാലിലാണ് മിക്സിയിൽ അടിക്കുന്നത്. മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല, ശ്രദ്ധിക്കണം. ചെറുങ്ങനെ ഒന്ന് കടകടാന്നുള്ള ഒരു ഇത് മാത്രം ആക്കി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുൻപാൽ ഒരു ഹാഫ് മാത്രമാണ് ഞാൻ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഹാഫ് ഞാൻ പിന്നീട് അൽസയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മളെ അൽസ ഏകദേശം റെഡിയായി. ഇനി ഇതിന് വേണ്ട ചിക്കൻ മസാലയാണ് ഞാനിവിടെ ആക്കാൻ പോകുന്നത്. ചിക്കൻ മസാലയ്ക്ക് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ കറി തന്നെയാണ്, പക്ഷേങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ആക്കുന്നതാണല്ലോ. ഇനി ചിക്കൻ കറിക്കായിട്ട് ഞാൻ എടുക്കുന്നത് 4 ഉള്ളിയും 2 തക്കാളിയും 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും 8 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഇതാണ് ഞാൻ ആക്കി വെച്ച മസാലക്കൂട്ട്. അതായത് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ മസാലപ്പൊടികളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി വഴറ്റിയ ഉള്ളിയിലേക്ക് ഞാൻ ഈ മസാല എല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ചിക്കനിൽ മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം മതി. നമുക്ക് ഡ്രൈ ആവുകയും വേണം, അധികം ഡ്രൈ ആവേണ്ട, അധികം ലൂസായും വേണ്ട, മിഡിലായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് മാത്രം, ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രം മതി. ഇനി അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അൽസ ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി അൽസ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആക്കി വെച്ച ചിക്കൻ കറിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി നന്നായി യോജിപ്പിക്കുക. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു സാധനവും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.
അങ്ങനെ നമ്മളെ അൽസ വിത്ത് ചിക്കൻ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 വലിയ ഉള്ളി ഓയിൽ പൊരിച്ചെടുത്തതാണ്. ഇത് മസ്റ്റാണ്, എല്ലാവരും ഇത് പൊരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇതടക്കം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.